So hello guys, welcome back to my channel Public Techies. ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ഒരു പുതിയ ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്ത് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ്. അപ്പോൾ ഇതിൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ ഒരു ബാക്ക് കവർ ഞാൻ ഇതിന് വേണ്ടി വാങ്ങിച്ചതാണ്. കപ്പാവർ എന്നുള്ളൊരു കമ്പനിയുടെ ബ്ലാക്ക് കളറാണ്. ഞാനത് കാണിച്ചു തരാം. ആദ്യം ഫോൺ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാനിതുവരെ ഈ ഫോൺ കണ്ടിട്ടില്ല. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ് കാണാൻ. അപ്പോൾ നമ്മുടെ ടൂൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ബില്ലും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. എൻ്റെ ഒരു ബില്ലുണ്ട് ഇവിടെ. ഞാൻ എൻ്റെ ഒരു പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് 13,300 ആണ് കിട്ടിയത് ഈ ഫോണ്. എൻ്റെ അല്ലാത്ത റേറ്റ് എന്ന് പറയുന്നത് 17,000 16,000 ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ മേശ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. വേറെ മേശയുണ്ട്, കുറച്ച് അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണ്. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്, റെഡ്മി നോട്ട് 9 പ്രോ മാക്സ്. അപ്പോൾ നമ്മൾ ബ്ലൂ കളറാണ്, താഴെ കാണിച്ച് ബ്ലൂ കളറാണ് നമ്മൾ വാങ്ങിച്ച ഫോണ്. നമ്പർ 1 ഫോൺ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. 6GB റാം, 64 GB സ്റ്റോറേജ്. ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ. ഇന്ന് ബാക്കി ഡീറ്റെയിൽസൊക്കെ താഴെയുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 720G എന്നാണ്. 64 മെഗാ പിക്സൽ ബാക്ക് ക്യാമറ വരുന്നുണ്ട്. പിന്നെ 33 വാട്ട്സ് ഫാസ്റ്റ് ചാർജർ ഉണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഫുൾ HD സ്ക്രീനാണ്, 6.67 ഇഞ്ചിൻ്റെ. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5 ആണ് ഇതിൽ വരുന്നത്. പിന്നെ ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ആണ് ഇതിൻ്റെ ബാക്ക് ക്യാമറാസ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോണിൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ നടുക്കായിട്ടാണ് ഒരു ക്യാമറ വരുന്നത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ 6GB റാം, 64 GB റാം. ഇപ്പോൾ ബ്ലൂ കളറാണ്, ഔറോറ ബ്ലൂ അങ്ങനെയാണ് എൻ്റെ പേര് പറയുന്നത്. ഇതിൻ്റെ ചുറ്റും സറൗണ്ടിങ് സൗണ്ട്സ് ഒക്കെ ഉണ്ട്. എൻ്റെ വീട്ടിൽ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ സ്റ്റിക്കർ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫോൺ കയ്യിലെടുക്കാം. വലിയൊരു ബോക്സാണ്, അകത്തൊന്നുമില്ല, മാറ്റി വെച്ചേക്കാം. വിത്ത് ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ ഉള്ളൊരു ബോക്സാണ്. നോക്കാം. അപ്പോൾ ഇത് മാറ്റി വെച്ചേക്കാം അവിടെ സൈഡിൽ. കത്തി മാറ്റിയിരിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മൊബൈൽ. ബ്ലൂ കളറാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഷൈനിങ് ഒക്കെ കണ്ടോ? ഇതൊക്കെ ഗ്ലാസ്സാണ് വരുന്നത്. ഉണ്ട് ആണ് നമ്മുടെ ക്യാമറ. സ്റ്റിക്കറുണ്ട്, സ്റ്റിക്കറിന് നോക്കിക്കോ. സ്റ്റിക്കറൊന്നും ആവശ്യമില്ല. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെറുതെ കുളമാക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഫോണാണ്. ഇതാണ് ഇതിൻ്റെ ക്യാമറാസ് വരുന്നത്. ഇത് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ക്യാമറ, കാണാമെന്നറിയില്ല. 64 മെഗാ പിക്സൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 64 മെഗാ പിക്സൽ ക്യാമറ. പിന്നെ താഴെയായിട്ടൊരു ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ താഴെ റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട്. റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എന്നെ അവരെ ഇതിൽ കാണാം. എന്നിട്ടിരിക്കുന്ന ഫോണും ട്രൈപോഡും എല്ലാം കാണാം. അപ്പോൾ എൻ്റെ താഴെയായിട്ടൊരു സ്പീക്കർ വരുന്നുണ്ട്. C ടൈപ്പ് ഒരു ചാർജർ പോർട്ട് വരുന്നുണ്ട്. 3.5mm ഒരു ഓഡിയോ ജോക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു മൈക്ക്, മുകളിലൊരു മൈക്ക്, താഴെ ഒരു മൈക്ക്, 2 മൈക്കുണ്ട്.
ഓക്കെ, എൻ്റെ സൈഡ് സിം ഇടാനുള്ളതാണ്. ഇവിടെ വോളിയം ബട്ടൺ, വോളിയം അപ്പ്, വോളിയം ഡൗൺ. പിന്നെ അത് പവർ ബട്ടൺ. അതിൽ തന്നെയാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. സൈഡ് മൗണ്ടാണ് ഫിംഗർ പ്രിൻ്റ്. ഓക്കെ, എൻ്റെ മൊബൈൽ ഫോൺ ഇതാണ്. നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്ത് ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് ഓൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു കവറുണ്ട് ഇതുപോലെ. ഇതിൻ്റെ അടിയിൽ നമ്മുടെ ചാർജറിൻ്റെ വയർ വരുന്നുണ്ട്. സി ടൈപ്പ് ചാർജറിന് ഒരു വൈറ്റ് കളറാണ്. അകത്ത് ഓറഞ്ച് പോലത്തുള്ള കളറാണ് അകം നമുക്ക്. ഇത് ആകെ ഒരു ഓറഞ്ച് കളറാണ്. നല്ല ഡിസൈന് വേണ്ടിയായിരിക്കും കൊടുത്തിരിക്കുന്നത്. എല്ലാം കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് ഓറഞ്ച് കളറിന്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇരിക്കട്ടെ. അടുത്ത് നമ്മുടെ ചാർജർ. ഓക്കെ, ഇതാണ് നമ്മുടെ ചാർജർ. ഒരു കവറൊക്കെ ഉണ്ട്. കവർ ഇരുന്നോട്ട് അഴുക്കാവാതിരിക്കും. വെള്ള കളറാണ്, അതുകൊണ്ട് അഴുക്കാവും. അത് കവർ എടുക്കുന്നില്ല. ഇവിടെ അതിൻ്റെ ചാർജറിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. എംഐയുടെ ഒരു ലോഗോ എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ ബോക്സിൽ വേറെ ഒന്നുമില്ല. ചാർജർ ചെയ്യുന്നൊരു കവർ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ബോക്സിനെ നമുക്ക് അടച്ച് വെച്ചേക്കാം. എൻ്റെ കവർ വെച്ച് തന്നെ അടച്ച് വെച്ചേക്കാം. ഇരിക്കട്ടെ. നല്ല വലിയ ബോക്സാണ്. നല്ല കട്ടിയൊക്കെ ഉണ്ട്. ഒന്നും പറ്റില്ല. അപ്പോൾ ബോക്സിനെ നമുക്ക് മാറ്റി വെച്ചേക്കാം. അടുത്ത് നമ്മുടെ യൂസർ മാനുവലുള്ള ബോക്സ് നമുക്ക് തുറന്ന് നോക്കാം. ഇതൊരു സിം ഇജക്ടർ ടൂളുണ്ട്. ഇതിൻ്റെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ യൂസർ മാനുവൽ. അപ്പോൾ ഇതിൽ 2 സിമ്മും ഒരു മെമ്മറി കാർഡും നമുക്ക് ഇടാൻ പറ്റും. മുമ്പത്തെ ഷോമിയുടെ ഫോണുകൾക്ക് അതായിരുന്നു ഒരു കുഴപ്പം. ഒന്നുകിൽ 2 സിമ്മ് അല്ലെങ്കിൽ ഒരു സിമ്മ് ഒരു മെമ്മറി കാർഡ്. ഇപ്പം ആ കുഴപ്പത്തിൽ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ 2 സിമ്മും ഒരു മെമ്മറി കാർഡ് നിങ്ങൾക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 സ്ലോട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അടുത്ത് നമുക്കൊരു എൻ്റെ ഒരു ബാക്ക് കവർ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാക്ക് കവറാണ്. നമുക്ക് വരുമ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ബാക്ക് കവറാണ്. അത്ര ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അത്ര ക്വാളിറ്റി പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡൊക്കെ അങ്ങനെ അടച്ചു മുടി വയ്ക്കാതെ കാണണമെന്നുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് നമുക്ക് വേറെ ബാക്ക് കവർ വയ്ക്കാം. ഞാൻ എന്തായാലും പുതിയൊരു ബാക്ക് കവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി വെച്ചേക്കാം. ടേബിൾ മൊത്തം ചവറായി. ഒന്ന് മൊത്തമായിട്ട് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണൊന്ന് ബൂട്ടപ്പ് ചെയ്യാം. നമ്മുടെ ഫോൺ ബൂട്ടായിട്ടുണ്ട്. റെഡ്മി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. താഴെ പവർഡ് ബൈ ആൻഡ്രോയിഡ് എഴുതിയിട്ടുണ്ട്. ഇത് ബൂട്ടാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാക്ക് കവർ നോക്കാം. ഇവിടെ മാറ്റി വെച്ചേക്കാം. നമുക്ക് പുതിയ ഫോണല്ലേ, വെറുതെ പൊടിയാക്കണ്ട. നമ്മുടെ കേബിളൊക്കെ മാറ്റി വെച്ചേക്കാം. നമ്മുടെ ചാർജറിൽ കണക്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ ഇതാണ് നമ്മുടെ ചാർജർ. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. വയറിന് ലെങ്തി ആയിട്ടുള്ള വയറാണ്. ഇതാണ് 33 വാട്ട്സ് ചാർജറാണ്. നിങ്ങൾക്കൊരു 0 to ഫുൾ അവർ ഒരു മണിക്കൂർ വേണ്ട, ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ നിങ്ങൾക്കത് ഫുൾ ചാർജായി കിട്ടും എന്നാണ് കമ്പനി പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത് നമ്മുടെ ബാക്ക് കവർ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ബാക്ക് കവർ. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരു സ്പോൺസർ വരുന്നുണ്ട്, അതിനെ വാങ്ങി. ഓക്കെ, നല്ല ഫോണിൻ്റെ ബാക്ക് കവർ. നല്ല കട്ടിയൊക്കെ ഉണ്ട്. തറയിലൊന്നും വീഴുന്ന ഒരു കുഴപ്പം പറ്റില്ല. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇതാണ് നമുക്ക് കമ്പനി തന്ന ബാക്ക് കവർ എന്ന് പറയുന്നത്. ഇതിനെ കട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തീരെ കട്ടി കുറവാണ്. ഇത് ആണെങ്കിൽ നല്ല കട്ടിയൊക്കെയുള്ള കവറാണ്. തറയിലൊന്നും വീഴുന്ന ഒരു പ്രശ്നം പറ്റില്ല. ഒക്കെ നല്ലൊരു ഡിസൈനാണ്. കപ്പാവർ എന്നൊക്കെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. നല്ലൊരു ഡിസൈനാണ്.
അകത്ത് വേണമെങ്കിൽ നമുക്കൊരു മെമ്മറി കാർഡോ സിമ്മോ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വെച്ച് സൂക്ഷിക്കാനൊരു അറ പോലെ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നല്ല ഡിസൈനൊക്കെയാണ്. ഇവിടെ ഫിംഗർ പ്രിൻറ്റിന് ഇവിടെ ഒരു ഗ്യാപ്പൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ ഫോണൊന്ന് ഇതിൽ വച്ച് നോക്കാം. ഓക്കെ, നല്ല സ്യൂട്ടായിട്ടിരുന്നിട്ടുണ്ട്. ഫോൺ നമുക്ക് ബൂട്ടപ്പ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഫോണപ്പോൾ ബൂട്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫോൺ. എൻ്റെ കയ്യിൻ്റെ അത്ര ഉണ്ട് ഫോൺ. സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗെയിമിങ്ങിനൊക്കെ പറ്റിയൊരു മൊബൈലായിരിക്കും. അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതാണ് ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് 10 ആണ്. ഓക്കെ, എൻ്റെ ബാക്കി സ്പെക്ക് എന്നൊക്കെ പറയുന്നത് 6GB റാം, 6GB റാം ഉണ്ട്, 64GB സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു എക്സ്ട്രാ ഒരു 64GBയുടെ ഒരു SD കാർഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. 128GBയാണ് നോക്കിയത്, പക്ഷേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത് കാരണം ഞാൻ ഇപ്പോൾ 64GBയാണ് എടുത്തത്. അപ്പോൾ ഞാനൊരു മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇതൊരു ഇൻസർട്ട് ചെയ്തില്ല, സിമ്മും ഇൻസർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ തൽക്കാലം വീട്ടിൽ വൈഫൈ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഫോൺ. നല്ല ക്വിക്ക് റെസ്പോൺസ് ആണ്. 60 Hz ആണ് എൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത്. 60 Hz ആണെങ്കിലും ഗെയിമിങ്ങിന് പറ്റിയൊരു ഫോണാണ്. 120 Hz ഒന്നും ഇല്ല. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് പോക്കോ X2 എന്നാണ് മൊബൈലിലാണ്. അതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 120 Hz ആണ്. അത് ഞാൻ ഗെയിം കളിച്ച് നോക്കിയപ്പം ഇതിലൊരു രക്ഷയില്ലാത്ത സംഭവമാണ് പോക്കോ X2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോണിലും അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ ബാക്ക് കവർ ഇതിൽ ഇട്ടിട്ടുണ്ട്. നല്ല സ്ലിമ്മാണ്, കയ്യിലൊക്കെ ഒതുങ്ങി നിന്നോളും. ഏകദേശം 6.67 ഇഞ്ചസാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത്. മോളിലൊരു ക്യാമറ ഉണ്ട്, സെൽഫി ക്യാമറ. ഒരു സെൽഫി ക്യാമറ ഉണ്ട്. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ബൂട്ടപ്പ് ചെയ്ത് ഉടനെ വീഡിയോ കാണിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ക്യാമറ ക്വാളിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ ക്വാളിറ്റി നല്ല ഒരു അടിപൊളി ക്വാളിറ്റിയാണ്. 64 MP മെയിൻ നോർമൽ ഫോക്കസ്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും 64 MP അപ്പോൾ നോർമലാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്യാം ഒന്ന് നോക്കി നോക്കാം. ഫ്രണ്ട് ക്യാം 32 MP ആണ്. നമ്മുടെ മൊബൈലാണ് ഇവിടെ കാണുന്നത്. ഫോക്കസ് ആയിട്ടുണ്ട്. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഈ ഫോണിൽ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഫോണിൽ കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. ക്രോം എല്ലാം ഉണ്ട്. പിന്നെ ജിലി എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ ഏതാണെന്നോ ഞാൻ ഉപയോഗിക്കാറ് പോലും ഇല്ലായിരുന്നു. നമ്മുടെ നോട്ട് പാഡ് എല്ലാം ചെയ്യുമ്പോൾ അലോ കൊടുത്ത് പോകണം. ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. പിന്നെ എല്ലാം ഡൗൺലോഡ് ചെയ്യണം. സൈൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഉപയോഗിച്ചതിന് ശേഷമേ പറയാൻ പറ്റൂ. ഇപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഫോണ്. എൻ്റെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചയോ 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഫുൾ റിവ്യൂ വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ മുകളിലൂടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്, താഴെ ഒരു സ്പീക്കർ വരുന്നുണ്ട്, 2 മൈക്ക് വരുന്നുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു 15% ചാർജ് ഉണ്ട്. അതിലിപ്പോൾ കൊണ്ട് ചാർജിന് ഇട്ടേക്ക്. സിമ്മൊന്നും ഞാൻ ഇട്ടില്ല. സിമ്മിട്ട് ചാർജിന് ഇട്ടേക്ക്. അതിന് ശേഷം ചാർജ് കയറിയിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ശരിയാക്കും. ബാക്കി സെറ്റപ്പൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം ചെയ്യാം. ഇനി കുറേ ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. നമുക്ക് ആമസോണും ഫ്ലിപ്കാർട്ട് ഫേസ്ബുക്കും ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഇനി കുറേ
ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാനുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഫോണാണ്. നല്ല സ്പീഡാണ് പ്രോസസ്സർ, നല്ല ക്വിക്ക് റെസ്പോൺസ് ഉണ്ട്. ഓക്കെ, എനിക്കപ്പോൾ അടുത്ത ക്ലാസ് തുടങ്ങാറായി. 12:20 12:30 അടുത്ത ക്ലാസ് ഉണ്ട്. അപ്പോൾ ഫോൺ ഇന്ന് രാവിലെ വന്നതാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. അതിൻ്റെ കൂടുതൽ റിവ്യൂ വീഡിയോ ഒക്കെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തിനകത്ത് വരുന്നതായിരിക്കും. പിന്നെ ഇടയ്ക്ക് കുറച്ച് വീഡിയോ ഇടാനൊക്കെ താമസിക്കും. കാരണം ഇപ്പോൾ പ്രീ മോഡൽ എക്സാം, മോഡൽ എക്സാം, ഇനി ബോർഡ് എക്സാം എല്ലാം വരെയാണ്. ഈ ബോർഡ് എക്സാമും കൂടെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ ഫ്രീ ആവും. അപ്പോൾ അതുവരെ നിങ്ങൾക്കൊന്ന് ക്ഷമിക്കുക. പിന്നെ നമ്മുടെ ഗിവ് അവേ കാര്യം മറന്നു പോയിട്ട്, ഗിവ് അവേ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഒരു 100 സബ്സ്ക്രൈബർ എത്തിക്കാൻ സഹായിക്കുക. ഇപ്പോൾ 26 ആയുള്ളൂ, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇനിയും വ്യൂസും കിട്ടുന്നില്ല. അഥവാ കാണുന്നവരെ വീഡിയോ കണ്ട് അങ്ങ് പോവുകയാണ്, അതായത് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടെക്നോളജി പരമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത്